തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈയൊഴിഞ്ഞ RCCക്ക് പിന്നാലെ IMAയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി പാലക്കാട്ടെ പ്ലാന്റിലേക്കാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെ എത്തിക്കുന്നത്. ഇടനിലക്കാർ വരുത്തിയ വീഴ്ചയ്ക്ക് ആശുപത്രികളും മെഡിക്കൽ അസോസിയേഷനും എന്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി ന്യൂസ് 18നോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം ആശുപത്രികളിലെയും മെഡിക്കൽ ലാബുകളിലെയും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കീഴിലുള്ള ഇമേജ് എന്ന സംഘടനയുടെ പാലക്കാട് പ്ലാന്റിലേക്കാണ് എത്തുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനുൾപ്പെടെ നിരീക്ഷിക്കാൻ സംവിധാനമുള്ള QR കോഡുള്ള ക്യാരി ബാഗുകളിലാണ് ഇവ പ്ലാന്റിലേക്ക് എത്തിക്കുന്നതെന്നും IMA. ഇമേജിലേക്ക് വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് കൃത്യമായിട്ട് നമ്മുടെ വാഹനങ്ങളിൽ അവിടെ കൊണ്ടുപോവുകയും ഓരോ കണ്ടെയ്നേഴ്സും അല്ലെങ്കിൽ ഓരോ ബാഗും അത് QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് അത് GPS സംവിധാനങ്ങളിലൂടെ GPS സംവിധാനങ്ങളിലൂടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി എപ്പോൾ വേണോ അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഒരു സാധനം പോകുന്ന പ്രശ്നമേയില്ല. എന്നാൽ സങ്കീർണമായ ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതത്വത്തോടെയാണെന്ന് IMA വ്യക്തമാക്കുമ്പോഴും പിന്നെ എങ്ങനെ ഇത്രയധികം മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ എത്തി എന്നതിൽ അവ്യക്തത തുടരുകയാണ്. 2 ജില്ലകൾക്ക് 1 എന്ന നിലയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വേണമെന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ കൂടുതൽ പ്ലാന്റുകൾ വിവിധ ജില്ലകളിൽ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനരോഷം ഉയർന്നതോടെയാണ് നടപടികൾ അനിശ്ചിതത്വത്തിലായതെന്നും IMA നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത ഉണ്ടാവണം. ആശുപത്രികളുടെ ഭാഗത്തു നിന്നും സംവിധാനങ്ങൾ കൂടുതൽ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകണം. സ്വകാര്യ ആശുപത്രികളാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിലും ഇത്തരം ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ ഈ സാധനം പ്രിഫറേജ് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ എടുക്കുകയും അതോടൊപ്പം മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് ബയോമെഡിക്കൽ വേസ്റ്റായി മാറുകയാണ്. അതാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ള രീതി ഉണ്ടാക്കണം. ബയോമെഡിക്കൽ മാലിന്യ നീക്കത്തിന് അംഗീകൃത സംവിധാനങ്ങൾക്ക് പുറമെ സമാന്തര ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പരിശോധനകൾ തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.